ഹലോ കേസ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്ര പറയാണ് നിൻ്റെ അനിയൻ തന്നെ എടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്യുകയല്ലമ്മേ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൻ പാവം കൊച്ചല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് രേവതിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇവരുടെ മുമ്പിൽ കിടന്ന് കരയുന്നേ, എന്തായാലും നമ്മളത് എടുത്തിട്ടില്ല, പിന്നെ നമ്മളത് ഇവരോട് അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, എടാ പോലീസിനെ വിളിക്കടാ സുധി, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവുകയല്ല എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പിന്നെയും കരഞ്ഞു പറയുകയാണ്, അമ്മ പോലീസിനൊന്നും വിളിക്കരുത്, അവൻ അന്നൊരബദ്ധം പറ്റിയതാണ്, പക്ഷേ അന്ന് അവൻ വന്നിട്ട് അപ്പം തന്നെ പോയി എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കരയുവാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും സച്ചിക്ക് പിന്നെയും ദേഷ്യം വരുവാണ്. സച്ചി പറയുകയാണ്, നിന്നോടല്ലേ കരയണ്ടെന്ന് പറഞ്ഞേ, പോലീസ് വരട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, എന്നിട്ട് ശരിക്കുള്ള പ്രതി ആരാന്ന് പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ എന്ന് സുധീനെ നോക്കിയിട്ട് പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രനും പറയുന്നുണ്ട്, വേണ്ട പോലീസിനൊന്നും വിളിക്കണ്ട, ഇത് നമുക്ക് ഇവിടെ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി ദേഷ്യപ്പെട്ട് ശ്രീകാന്തിനോട് പറയാം, അതൊന്നും അല്ലടാ, വിളിക്കടാ പോലീസിനെ, എന്തായാലും ഇതിന് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. ഇതൊക്കെ കേട്ട് ആകെ പരിഭ്രമിച്ച് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എല്ലാവരും ചുമ്മാ തെളിവില്ലാതെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയാൻ നിൽക്കണ്ട എന്ന് പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും അത്ര ഉറപ്പാണെങ്കിൽ നിങ്ങൾ വിളിക്കുക പോലീസിനെ, എന്തായാലും ഞങ്ങളാരും എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, അതുകൊണ്ട് എന്തായാലും വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ സച്ചി രേവതിയോട്, എനിക്ക് വിശക്കുന്നു, നീ ഫുഡ് എടുക്കുക എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് വിഷമിച്ച് നിൽക്കുന്ന രേവതിനെ കാണുമ്പോഴത്തേക്കും സച്ചി ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, തെറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾ പേടിക്കോ വെറുതെ കരയോ ആറ് കാല് പിടിക്കുകയും ചെയ്യരുതെന്ന് പറയുവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് കൂടെ ദേഷ്യം വന്നിട്ട് ചന്ദ്ര നേരെ ലക്ഷ്മി അമ്മേനെ വിളിക്കുവാണ്. ലക്ഷ്മി അമ്മേനെ വിളിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മ ചന്ദ്രയുടെ കോള് കാണുമ്പോഴേ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരെന്നെ വിളിക്കുകയില്ല എന്ന് പറഞ്ഞ് ഫോൺ ഇങ്ങനെ എടുക്കാതെ ഇരിക്കുവാണ്. അത് കണ്ടുകൊണ്ട് രേവതിയുടെ അനിയത്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ ഫോൺ എടുക്കാത്തതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയെ വിളിക്കുന്നേ, എന്തേലും പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ദേവു പറയുവാണ്, എങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഫോൺ അമ്മ എനിക്കിതാ, ഞാൻ സംസാരിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ലക്ഷ്മിയമ്മ പറയും, വേണ്ട വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുവാണ്. ഫോൺ എടുക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, എൻ്റെ 1,00,000 രൂപയെങ്കിൽ തരണം, നിങ്ങൾ റിസോർട്ടിലോ ഹോട്ടലോ ഒക്കെ ആയിരിക്കുമല്ലോ ഇപ്പോൾ താമസിക്കുന്നത്, എൻ്റെ 1,00,000 രൂപ നിങ്ങളുടെ മോൻ ഇവിടെ വന്നപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ലക്ഷ്മിയമ്മ പറയുകയാണ്, ഇല്ല എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല എന്നൊക്കെ പറയുവാണ്. കഴിയുമ്പോൾ ചന്ദ്ര പറയും, ഞാൻ പോലീസിനെ വിളിക്കണോ അതിനു മുമ്പ് നിങ്ങൾ കാശ് ഇവിടെ കൊണ്ട് തരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അത് കഴിയുമ്പോൾ ശരത്തിനോട് നടന്ന കാര്യമൊക്കെ പറയുമ്പോൾ ശരത്ത് പറയാണ്, ഞാൻ എടുത്തിട്ടില്ല അമ്മേ ക്യാഷ്, അമ്മ പറഞ്ഞ പോലെ ക്ഷമ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയെന്ന് പറയുമ്പം ലക്ഷ്മിയമ്മ പറയാം, അതെനിക്കറിയാം, എൻ്റെ മോനൊരു തെറ്റും ചെയ്യുകയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അവിടെ ചെന്നില്ലെങ്കിൽ പ്രശ്നം പിന്നെ രൂക്ഷമാവും, അത് ഉറപ്പാണ്, ചന്ദ്ര അത് പ്രശ്നമാക്കും, അതൊക്കെ ബാധിക്കാൻ പോകുന്ന രേവതിനെയാന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശരത്ത് എന്തൊരു ഗതികേടാ എന്നോർത്തിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ദൈവവും പറയുന്നുണ്ട്, അവർ പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് അവർ നേരെ ചന്ദ്രയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഞാനെന്തായാലും മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനെന്തായാലും ഇത് കേൾക്കിട്ടുകൊണ്ടിരിക്കത്തില്ല, അവരെന്താ മോഷ്ടിച്ചതെന്ന് പറഞ്ഞത് ചോദിക്കണമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ലക്ഷ്മിയമ്മ പറയുകയാണ്, അവിടെ എൻ്റെ മോളുണ്ട്, അവളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരത്തും ദേവും ആകെ അങ്ങ് പതറി പോവുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും രേവതി അമ്മയെ കാണുമ്പോഴേക്കും ചോദിക്കും, അമ്മ എന്താ ഇവിടെ, അമ്മ ഇവിടുന്ന് പൊയ്ക്കോ, ഞാനങ്ങ് വന്നേക്കാമെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, നിക്കടി അവിടെ, ഞാൻ വിളിച്ച് അവരെ വരുത്തിയത് എന്ന് പറയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തിനാ ഇവരെ വിളിച്ച് വരുത്തിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ കാശ് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ച് വരുത്തിയത്, അല്ലാതെ എന്തിനെന്ന് പറഞ്ഞാൽ ലക്ഷ്മി അമ്മയുടെ കയ്യിലിരിക്കുന്ന ബാഗ് തട്ടിപ്പറിച്ച് തുറന്ന് നോക്കുവാണ് കേട്ടോ. അതിൻ്റെ അകത്തൊരു കുറച്ച് നോട്ട് മാത്രമേ ഉള്ളൂ, 10 30 സംതിങ്. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൂരാണ്, എൻ്റെ ക്യാഷ് എന്തി, ഇവനോട് വന്നപ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എൻ്റെ ക്യാഷ് എന്തിയെന്ന് ചോദിക്കുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് സച്ചി അങ്ങ് വരുവാണ്. സച്ചി പറയുവാണ്, നിങ്ങൾ ആരെ പറ്റിയാണ് പറയുന്നത്, അവനൊന്നും നിങ്ങളുടെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോഴേക്കും രേവതിയും ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ അമ്മ പിന്നെയും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ മോഷ്ടിക്കുകയല്ല എന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ശരത്തിന് സങ്കടം വരുന്നുണ്ട്. ശരത്ത് കരയുമ്പോഴത്തേക്കും സച്ചി ചേർത്ത് പിടിച്ച് പറയുകയാണ്, ചുമ്മാ നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിൽ ആരുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കുകയോ കരയേണ്ട കാര്യമൊന്നുമില്ല, ഇവർക്ക് തലയ്ക്ക് പ്രാന്ത, ഇവരിങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയും എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, പ്രാന്ത ആരൊക്കാന്നൊക്കെ എനിക്കറിയാം, മര്യാദയ്ക്ക് കാശ് തന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ദേവുവിനെ കണ്ടിട്ട് പറയുകയാണ്, നീ നിൻ്റെ ചേച്ചിയുടെ കയ്യിൽ എന്നും പൂ കെട്ടാനെന്നും പറഞ്ഞ് ഇവിടെ വരാറുണ്ടല്ലോ, അപ്പോൾ എവിടെയാണ് ഞാൻ ഓരോന്ന് വെക്കുന്നതെന്ന് നോക്കി വെച്ച് നീ നിൻ്റെ അനിയന് പറഞ്ഞു കൊടുത്തതായിരിക്കും അല്ലേടി എന്ന് ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവുവിന് ദേഷ്യം വരുവാണ്. ദേവു പറയാണ്, ചുമ്മാ നിങ്ങൾ ആവശ്യമില്ലാത്ത പറയരുതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്ര ദേവുവിനെ അടിക്കാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ.
അങ്ങനെ ദേവുവിനെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്താൻ നേരത്ത് രവീന്ദ്രൻ പറയുകയാണ്, ചന്ദ്രേ നിന്നോടാ പറഞ്ഞത് അടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര കൈ താത്തിയിടുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവനാ എന്തായാലും മോഷ്ടിച്ചത്, പോലീസിനെ വിളിക്കടാ സുധി, ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധി ആകെ പതറി നിൽക്കുന്നതല്ലാതെ പോലീസിനെ വിളിക്കുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് രേവതി പറയാണ്, അമ്മേ നിങ്ങൾ പിന്നെയും പിന്നെ ഇത് തന്നെ പറയാതെ നിങ്ങൾ കണ്ടോ ഇവ മോഷ്ടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഉത്തരവില്ല കേട്ടോ. ചന്ദ്ര ആകെ ഒന്നും മിണ്ടാൻ നിൽക്കുവാണ്. എന്നിട്ട് പറയാണ്, ഞാൻ കണ്ടില്ല, പക്ഷേ സ്വന്തം വീട്ടിൽ നമ്മൾ കാശ് വെക്കുന്നത് അതാരും എടുക്കുകയില്ല എന്നുള്ള വിശ്വാസത്തിലാണല്ലോ. അതിപ്പം മോഷണം പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ ഓരോരുത്തർ കയറി ഇറങ്ങുന്ന വഴിയിൽ കൂടെ പോകുന്നവരെ വിളിച്ച് വീട്ടിൽ കയറ്റേൻ്റെ ഭവിഷ്യത്താണ് ഈ അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ് കേട്ടോ ചന്ദ്ര. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. രേവതി ആകെ നിന്ന് കരയുവാണ്. സച്ചിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. രവീന്ദ്രൻ പറയുന്നുണ്ട്, പരസ്പരം കുറ്റം പറയാതെ മിണ്ടാതിരിക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മൾ ചന്ദ്ര പറയാണ്, എന്തായാലും സുധി നീ പോലീസിനെ വിളിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിയും പറയുകയാണ്, അതെ എടാ പോലീസിനെ വിളിക്ക്, പോലീസ് വന്ന് അന്വേഷിക്കട്ടെ, നിങ്ങളാരും വിഷമിക്കണ്ട, എന്തായാലും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ പിന്നെ ചുമ്മാ ഇവരുടെ കാല് പിടിക്കേണ്ട കാര്യമില്ല, പോലീസ് വന്ന് 2 ഇടിയോ തരുമ്പം എടുത്ത ആൾ തന്നെ സത്യം പറയുമെന്ന് സച്ചി പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ്, അത് തന്നെയാണ് ഞാനും പറഞ്ഞ്, വിളിക്കടാ സുധി പോലീസിനെ എന്ന് പറയുവാണ്. അപ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, പോലീസിനെ വിളിക്കണം അമ്മേ, ഇതിവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞ് പരിഹരിച്ചാൽ പോരെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയണം, അതൊന്നും പോരാ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് ശരത്തിനോട് പറയാണ്, അങ്കിൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷാ, നീ അത് എടുത്തെങ്കിൽ തിരിച്ചു കൊടുത്തേക്കെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ദേഷ്യപ്പെട്ട് പറയുകയാണ്, എടി പൗഡറുകാരി നിന്നോടല്ലേ പറഞ്ഞ് മിണ്ടായിരിക്കാമെന്ന്, അതിലും കൂടുതൽ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് നിൻ്റെ ഭർത്താവ് എടുത്തുകൊണ്ട് പോയി, അതാദ്യം ഇവിടെ വെക്ക് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഹസ്ബൻഡ് എടുത്ത ക്യാഷ് അത് ഞങ്ങൾ തിരിച്ചു തരും, ഇപ്പോൾ ശ്രുതിക്കൊരു ജോലിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് എപ്പോഴും ഇത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണ്ട കേട്ടോ എന്ന് പറയുവാണ് കേട്ടോ. അതേ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇപ്പം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇവൻ ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയ ആ 1 ലക്ഷം രൂപയാണ്, എനിക്ക് എൻ്റെ കാശ് കിട്ടിയേ പറ്റുള്ളൂ എന്ന് ചന്ദ്ര പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ ക്യാഷോ അച്ഛൻ്റെ ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ്, അച്ഛൻ എന്നെ ഏൽപ്പിച്ച ക്യാഷാണ്, എനിക്കത് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ പോലീസിനെ വിളിക്കാനല്ലേ സുധി പറഞ്ഞേ എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. അപ്പോൾ സുധി ഇങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറി നിൽക്കുന്ന സമയത്ത് ഒരാൾ വീട്ടിലോട്ട് കയറി വരുവാണ്, ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വീട്ടിലോട്ട് വന്നിട്ട്, ഹലോ സുധി സാർ എന്നിവരെല്ലാം തിരിഞ്ഞു നിന്ന് സംസാരിക്കാൻ നോക്കുവാണ്. ബാൽക്കണിയിൽ നിന്ന് വിളിക്കുവാണ്. ബാഗൊക്കെ ഇട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ആർക്കും ആളാരാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ പെട്ടെന്ന് ശ്രുതി മാത്രം ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഒന്ന് പതറുന്നുണ്ട്. അങ്ങനെ പകച്ചു നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെറിയൊരു സംശയത്തോടുകൂടെ സച്ചിയും ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്